ഹലോ, നമ്മുടെ പുൽക്കൂട് മേക്കിങ്ങിൻ്റെ ലോങ് വീഡിയോ ഇടാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മുടെ ഷോർട്സിൽ കൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ഇല്ലിയാണ് വെട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. ഒന്നല്ല 2 പീസാണ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. ഇച്ചേനെ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഞാനും മിലുവും പോയി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എങ്ങനെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആൾ നമ്മളോട് പറഞ്ഞിട്ടേ ഇല്ല. ആകെ ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം നമുക്ക് പുല്ല് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ ഫ്രെയിമിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ വെട്ടിക്കൊണ്ട് വന്ന ഇല്ലിയൊക്കെ 4 കാലാക്കി നാട്ടി വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ചെറിയ 4 പീസ് ആണി അടിച്ച് ഒരു ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഇത്തിരി ഫാസ്റ്റായിട്ടാണ് ഇട്ടേക്കുന്നതെങ്കിലും സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഇനി ഈ ഫ്രെയിമിൻ്റെ നടുഭാഗങ്ങളിലായിട്ട് വേറെയും ചില പീസ് നമ്മളിങ്ങനെ ആണിയിടിച്ച് വെക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പുൽക്കൂടിൻ്റെ വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മളൊരു ഐഡിയ അങ്ങ് ചെയ്തതാണിത്. എല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്നില്ല. നമുക്കിങ്ങനെ റെഡിമെയ്ഡായിട്ട് മേടിക്കുന്നതിലും ഇഷ്ടം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കുന്നതൊക്കെയാണ് കേട്ടോ. ട്രീ ആയാലും പുൽക്കൂടായാലും നമ്മൾ എന്തെങ്കിലും ചെറിയൊരു രീതിക്ക് സെറ്റ് ചെയ്യാണ് സാധാരണ പതിവ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ ഫ്രെയിമിനകത്തേക്ക് വെക്കാനുള്ള ഓരോ പീസസും ഇങ്ങനെ പാകി പാകി വെച്ചിട്ട് കെട്ടി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇച്ചേൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് കുറച്ച് ചുടുകട്ടി ആസ്പെറ്റോസും ഒക്കെ നിരത്തിയിട്ട് അതിൻ്റെ പുറത്ത് മണ്ണൊക്കെ തടച്ച് ഒരു ചെറിയ തൊഴുത്തുണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ ആളുടെ പ്ലാന്. നമ്മളിങ്ങനെ കൂടെ നിന്ന് നോക്കി നോക്കി നിന്നാണ് മനസ്സിലായത്. അല്ലാതെ നമ്മളോട് ഒന്നും പറയുന്നില്ലായിരുന്നു കേട്ടോ. എത്ര ചോദിച്ചിട്ടും ആൾ പറയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ആളുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ആളങ്ങ് ചെയ്തു പോവുക ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുണ്ടാക്കിയ തൊഴുത്തിൻ്റെ 2 സൈഡിൽ ചെറിയൊരു കെട്ട് പോലെ ഉണ്ടാക്കാനായിട്ടാണ് ആളുടെ പ്ലാന്. അപ്പം മണ്ണ് കുറച്ച് കുഴച്ച് കട്ടയാക്കി 2 സൈഡിലും നല്ല സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് കല്ലൊക്കെ പാകി കൊടുക്കുകയാണ്. കുഞ്ഞു തൊഴുത്തിൻ്റെ പരിപാടി അവിടെ കംപ്ലീറ്റ് ആയപ്പോൾ നമ്മുടെ പുൽക്കൂടിനുള്ളിലിടാനായിട്ട് കുറച്ച് ഏലക്കായുടെ പൊടിയും കുറച്ച് പായലുമാണുള്ളത്. ഏലക്കായുടെ പൊടി എന്ന് പറഞ്ഞാൽ കായ റെഡിയായി കഴിയുമ്പോൾ അത് തേച്ച് കഴിഞ്ഞ് കിട്ടുന്ന പൊടിയാണ് കേട്ടോ. മരത്തിൽ പറ്റി പിടിച്ചിട്ടുള്ള പായലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ വെച്ചാൽ അതിൻ്റെ കളറൊക്കെ നോക്കി ഏകദേശം അതിൻ്റെ വലുപ്പമൊക്കെ കൂടിയിട്ടുള്ളത് തൊഴുത്തിനോട് ചേർന്നിട്ടുള്ള സൈഡിലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പീസുകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തും നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പച്ച പരവതാനി അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ കല്ലുകൾ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ പുറത്താണ് ഏലക്കായുടെ ആ ഒരു പൊടി ഇടാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മണ്ണിൻ്റെ പുറത്ത് മെറ്റിലൊക്കെ നിരത്തിയിട്ട് ബാക്കി പുല്ലുകൾ കൂടെ അങ്ങോട്ട് വിരിച്ചിടുന്നുണ്ട്. ഇത് 2 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ പുൽക്കൂട് ചെയ്ത് തീർത്തിട്ടുള്ളത്. ആദ്യത്തെ ദിവസം ഏകദേശം ഇവിടം വരെയൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാൽ പിന്നെ ബാക്കി കാഴ്ചകൾ
ദിവസത്തെ എൻ്റെ കഷ്ടപ്പാട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.